ഹായ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഇക്വേഷൻസും ഒറ്റ ഒരു വീഡിയോയിൽ ഒരുമിച്ചൊന്ന് കാണുവാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ജൂൾ നിയമം അല്ലെങ്കിൽ ജൂൾസ് ലോ. H=I²RT. H ഹീറ്റ് അല്ലെങ്കിൽ എനർജി, I കറണ്ട്, R റെസിസ്റ്റൻസ്, T ടൈം. അടുത്ത ഓംസ് ലോ അല്ലെങ്കിൽ ഓം നിയമം. V=I×R. V വോൾട്ടേജ്, I കറണ്ട്, R റെസിസ്റ്റൻസ്. ഇനി കറണ്ട് I=Q/T. Q ചാർജാണ്, T ടൈം. അടുത്ത പ്രവൃത്തി, വർക്ക് Q×V. Q ചാർജ്, V വോൾട്ടേജ്. ഇനി ശ്രേണി രീതിയിൽ റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്യുമ്പോഴുള്ള ഇക്വേഷനാണ്. പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യം വരും. R=R1+R2, രണ്ട് റെസിസ്റ്റൻസേ ഉള്ളെങ്കിൽ. സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷനിൽ ഉള്ള ഇക്വേഷനാണ് 1R=1R1+1R2. നെക്സ്റ്റ് വൺ, വൈദ്യുതി പവർ W/T അല്ലെങ്കിൽ I²R. ഓക്കെ, ഇനി ട്രാൻസ്ഫോർമറിൻ്റെ ഇക്വേഷനാണ് VS/VP=NS/NB. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. VS എന്ന് പറയുന്നത് സെക്കൻഡറി കോയിലിലെ വോൾട്ടേജാണ്. VP പ്രൈമറി കോയിലിലെ വോൾട്ടേജ്. NS സെക്കൻഡറി കോയിലിലെ ടേണുകളുടെ എണ്ണം. NP പ്രൈമറി കോയിലിലെ ചുരുളിൻ്റെ ടേണുകളുടെ എണ്ണം. അടുത്തത് ദർപ്പണ സമവാക്യം, മിറർ ഇക്വേഷൻ. മിറർ അല്ലെങ്കിൽ ദർപ്പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇക്വേഷൻ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ 1/F=1/U+1/V. U എന്ന് പറയുന്നത് വസ്തുവിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. V എന്ന് പറയുന്നത് പ്രതിബിംബത്തിലേക്ക് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. അതിനെ ഒന്ന് ഷോർട്ടാക്കുന്നതാണ് F=UV/U+V. ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ മിററിൻ്റെ തന്നെയാണ് കേട്ടോ. M=HI/HO. HI എന്ന് പറയുന്നത് ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബത്തിൻ്റെ ഹൈറ്റ്. HO എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഹൈറ്റ്. അതിനൊരു ഇക്വേഷനുകളുണ്ട്, -V/U. Vയും U എന്താണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്തത് സ്നെൽസ് ലോ അല്ലെങ്കിൽ സ്നെൽ നിയമം. sin⁡I/sin⁴ ഒരു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്ഥിരസംഖ്യയാണ്. അടുത്തത് അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. N=C/V. C എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ലൈറ്റിൻ്റെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. V എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമത്തിലുള്ള പ്രകാശത്തിൻ്റെ വേഗത. ഓക്കെ, അടുത്തത് ലെൻസിൻ്റെ സമവാക്യം. നേരത്തെ പറഞ്ഞത് ദർപ്പണത്തിൻ്റെയാണ്. ഇത് ലെൻസ് ആകുമ്പോൾ സൈൻ മാറുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ 1/U+1/V ആയിരുന്നെങ്കിൽ ഇവിടെ 1/F ഫോക്കൽ ലെങ്ത്. 1/F=1/V-1/U. ഓക്കെ, F=UV/U-V. ഇനി ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ ഏതിൻ്റെയാണ്? ലെൻസിൻ്റെയാണ്. M=HI/HO അല്ലെങ്കിൽ V/U. ഇനി ലെൻസിൻ്റെ പവറിന് ഇക്വേഷനുകളുണ്ട്. P=1/F. അപ്പോൾ ഓവറോൾ നമുക്ക് ഇത്ര ഇക്വേഷൻസാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഈ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി ഡയറക്റ്റ് ഇക്വേഷൻ എഴുതിയാൽ ഡെഫിനിഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.